ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സരീന ഹാരിസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉച്ച തൊട്ടാണ് കേട്ടോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. അപ്പം ഡീറ്റെയിൽഡായിട്ട് ഞാൻ റെസിപ്പീസൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പം ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് ചെടീൻ്റെ പണിയൊക്കെ നോക്കാനുണ്ട്. മസാലയൊക്കെ ഇല്ലേ, ഇതാ കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെ ഞാൻ വെക്കില്ലേ, നമുക്ക് കുറേ സമയം ലാഭിക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ സവാളയും തക്കാളിയൊക്കെ നമ്മൾ കുക്കറിൽ ഇങ്ങനെ വേവിച്ചെടുത്താലല്ലേ പെട്ടെന്ന് തന്നെ നമ്മളെ മസാലയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടേ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നഴ്സറിയിൽ പോയിട്ട് കുറച്ച് ആന്തൂറിയം വാങ്ങിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് പോട്ടിലേക്ക് ആക്കി വെക്കണം. അപ്പം അതുകൊണ്ട് പിന്നെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബിരിയാണി ആയാൽ നമുക്ക് രാത്രിയും കൂടെ എടുക്കാമല്ലോ. അങ്ങനെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വലിയ വട്ടയൊന്നും കണ്ടിട്ട് പേടിക്കണ്ട, ആകെ അത്രേ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതായാൽ നമുക്ക് രാത്രിക്കും കൂടെ മതിയാവും. അങ്ങനെ ഇതാ ഒരാളായിട്ട് വിശപ്പിൻ്റെ വിളി കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം ഇതാ അധിക സമയമൊന്നും ദമ്മ് ഇട്ടിട്ടില്ല. വേഗം ഇതാ ചോറൊക്കെ ഞാൻ വിളമ്പി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ ഇന്ന് സ്കൂളില്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ നല്ല ഹെവിയൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. പിന്നെ ബിരിയാണി ആണെങ്കിൽ പറയണ്ടല്ലോ, ഒരു വിശപ്പ് അധികമായിരിക്കും അല്ലേ. പിന്നെ ഇതാ തൈരുണ്ട്, ഒരു കെച്ചപ്പും കൂടെ ആക്കിയിട്ടുണ്ട്. തൈരും കക്കിരിയും അതേപോലെ സവാളയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം സാറ വന്ന് അതിന് വേക്കിൽ ഇതാ സഫ്രാനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ മാത്രമായിട്ട് കഴിക്കാതെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ, ഞാനും കൂടെ കുട്ടികളെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടതിനെ. പിന്നെ ഇത് വന്നിട്ടില്ലേ, ഹൈബ്രിഡ് ആന്തൂറിയാണ് കേട്ടോ. ഇതിന് കുറച്ച് വില അധികമാണ്. അതുകൊണ്ടില്ലേ ഞാൻ 3 മാത്രമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അതിൻ്റെ ഗ്രോത്തൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ വേസ്റ്റൊക്കെ ഇല്ലേ, ഞാൻ ഈ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും കേട്ടോ. എന്നിട്ട് ഒന്നിച്ച് ആക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കും. ഇത് വന്നിട്ടില്ലേ സപ്പോട്ടയാണ് കേട്ടോ. കുറച്ച് ഹൈബ്രിഡായിട്ടുള്ള ഒരു സപ്പോട്ടയാണ് കേട്ടോ. മാഷാല്ലാ, ഇതിൽ നിന്ന് നമുക്ക് 2 സപ്പോട്ട കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. നല്ല മധുരമാണ് കേട്ടോ അതിന് വരുന്നത്. അതിന് ശേഷം പിടിച്ചിട്ടൊന്നുമില്ല, ഇൻഷാല്ലാ നോക്കട്ടെ. പിന്നെ ഇതാ നല്ല ഫ്ലവറാണ് കേട്ടോ ഇതിന്. നമ്മൾ ഇങ്ങനെ കാണുമ്പം ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ പോലെ തോന്നും. അത്രക്കും നല്ല അടിപൊളി ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതിന് കുറച്ച് വിലയും അധികം. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാന്നല്ല, അതുകൊണ്ട് പിന്നെ ഇല്ലേ ഈ ചെടിയൊക്കെ മാറ്റി വെക്കാൻ നല്ല മടിയായിന്. പിന്നെ ഇന്ന് വിചാരിച്ച് എന്തായാലും ഇതൊന്ന് മാറ്റി വെക്കാം. ഇന്നാണെങ്കിൽ പിന്നെ സ്കൂളും ഇല്ലല്ലോ. പിന്നെ ഈ ചട്ടി കണ്ടോ, ഇത് എൻ്റെ കയ്യിൽ മുമ്പേ ഇല്ലതാണ് കേട്ടോ. 2-3 ചെടി അങ്ങനെ നശിച്ചു പോയപ്പോൾ ഞാനങ്ങനെ മാറ്റി വെച്ചതാണ്.
ഇത് കണ്ടോ, ഒരു പോട്ടിൽ തന്നെ കുറേ പ്ലാന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കുറേ പോട്ടിലേക്ക് ആക്കി വെക്കാം. പക്ഷേ ഇല്ലേ, അത് ഒന്നിച്ച് വെക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ ഒരു ആ പോട്ട്, ചെറിയ പോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഈ പ്രോട്ടീൻ മിക്സ് മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിൽ പിന്നെ കൊക്കോ പീറ്റും അതേപോലെ വളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ്. പിന്നെ ഇങ്ങനെയുള്ള ആന്തൂറിയം, ഓർക്കിഡ് ഒക്കെ ഇല്ലേ, നമ്മൾ മണ്ണ് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടൂ കേട്ടോ. കുറച്ച് എപ്പോൾ ഒരു നനവ് വേണം ഇങ്ങനെയുള്ള പ്ലാന്റ്സിന്. പിന്നെ അധികം വെയിലൊന്നും കൊള്ളിക്കാനും പാടില്ല, തണലിൽ തന്നെ വെക്കണം. കുറച്ച് നല്ലോണം കെയർ കൊടുക്കേണ്ട ഒരു ചെടിയാണ്. ഇനി കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുത്തതിന് ശേഷമില്ലേ, ഇതാ ഞാൻ ഈ സൈഡിലേക്ക് പ്ലാന്റ്സ് ഒക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ടാക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.